ഹലോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് CPR. എന്താണ് CPR, എപ്പം വേണം ഒരു CPR ചെയ്യാൻ, എന്താണ് CPR നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ റീസെൻ്റ്ലി ഇപ്പം വളരെ അടുത്തായിട്ട് ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടു. അതിൽ ചിലപ്പോൾ ഒരു CPR നൽകിയിരുന്നെങ്കിൽ ആ നിലച്ചുപോയ ഹൃദയത്തിൻ്റെ ഇടിപ്പ് വീണ്ടെടുക്കാൻ സാധിച്ചേനെ. അപ്പോൾ നമ്മളിൽ ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ 2% പേർക്ക് മാത്രമേ ഈ CPRനെ പറ്റി വലിയ ധാരണയുള്ളൂ. അപ്പം CPRൻ്റെ ആവശ്യകത സ്കൂൾ തലം മുതൽക്ക് തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു അത്യാവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർ അറിഞ്ഞിരിക്കണം. കാരണം വളരെ നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടു ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നിന്ന് ചിലപ്പോൾ ദൈവം നിശ്ചയിക്കുന്ന ആയുസ് അത്രയുണ്ടെങ്കിൽ അവിടെ വരെ ജീവിക്കാൻ കഴിയുള്ളൂ. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സഹായം, ഒരു ഹെൽപ്പ്, ഒരു CPR അവിടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷിക്കാനുള്ള ഒരു മാർഗമായേനെ അത്. അപ്പോൾ CPR എങ്ങനെ ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ CPRനെ കുറിച്ച് അറിയാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. CPRൻ്റെ ആവശ്യകതകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പാനിക്കാകാതെ അവരെ എങ്ങനെ CPR കൊടുത്ത് അവരുടെ ഹൃദയമിടിപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു സ്റ്റഡി അവർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കുഴഞ്ഞു വീണ് പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കിൽ നിന്നൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനുള്ള മുമ്പുള്ള ഒരു അവസ്ഥയിൽ നമുക്കൊരു പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, ഇതിനെ ഷെയർ ചെയ്യുക മാക്സിമം. കുഴഞ്ഞു വീഴുന്നു, അയാൾക്ക് CPR കൊടുക്കണം. നമ്മളെ പോലത്തെ ഒരു രാജ്യത്ത് 2% ആൾക്കാർക്ക് CPR എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയുള്ളൂ. പലർക്കും അറിയില്ല എങ്ങനെ കൊടുക്കേണ്ടത്. എങ്ങനെ CPR കൊടുക്കാം ഒന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കാണുന്നു, അല്ലെ ഒരാൾ വീട് കിടക്കുന്നത് കാണുന്നു. ഇപ്പൊ നമ്മൾ അവിടെ ഓടിച്ചെല്ലുന്നു, ഉള്ളെങ്കിൽ ആദ്യം ഓടിച്ചെല്ലുന്നു, അവർ തട്ടി വിളിക്കുന്നു, ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുന്നു. നമുക്കൊരു കാർഡിയക് അറസ്റ്റ് ആണെന്ന് ഏകദേശം തോന്നിക്കഴിഞ്ഞാൽ CPR തുടങ്ങാം. ഒരു കാർഡിയക് കംപ്രഷൻ ആണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. കൈകൾ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതിന്റെ ഈ ഉള്ളംകൈയുടെ ഭാഗം നെഞ്ചിന്റെ നടുക്കോട്ട് വെച്ചിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് വരുന്ന രീതിയിൽ അതിന്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് അമരണം എന്നാണ്. കാരണം എന്നാലേ നമുക്ക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 ഇഞ്ചിന്റെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ബോഡി വെയിറ്റ് നന്നായിട്ട് ഇട്ടിട്ട് വെയിറ്റ് കൊടുത്ത് കംപ്രസ് ചെയ്യുക. ഒരു 100 പ്രാവശ്യം ഒരു മിനിറ്റ് എന്ന രീതിയിൽ, അതായത് ഫാസ്റ്റ് ആയിരിക്കണം. ശ്വാസം കൊടുക്കാൻ 2 ആളുണ്ടെങ്കിൽ 30 പ്രാവശ്യം ചെയ്യുന്നതിനിടയ്ക്ക് അവർക്ക് 2 ശ്വാസം കൊടുക്കാം. വാ തുറന്നിട്ട് ടവൽ വെച്ചിട്ടൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ഒരു സൈക്കിൾ 100 പ്രാവശ്യം കഴിഞ്ഞാൽ 2 ശ്വാസം കൊടുക്കാം. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള രീതി.